കഥ സഖി ഭാഗം 4. ദേവൻ്റെയും ജോയുടെയും റൂമിൻ്റെ നടുവിൽ ഉള്ള റൂം ആണ് ഗായുവിന് വേണ്ടി ഒരുക്കിയത്. മാന്തോപ്പിലേക്ക് നോട്ടമെത്തുന്ന ജനലരികിൽ താഴേക്കും നോക്കി ഗായു നിന്നു. വല്ലാത്തൊരു കുളിര് അവൾക്ക് തോന്നി. മനസ്സിന് വല്ലാത്ത ആശ്വാസം തോന്നി. ഗായു മിഴിച്ചു നിൽക്കാതെ ഫ്രഷായി വാ, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, ജോ തിടുക്കം കൂട്ടി. ഗായുവിന് നല്ല വിശപ്പുണ്ടായിരുന്നു. ഗായും ജോയും താഴേക്ക് ചെല്ലുമ്പോൾ ദേവനും നന്ദനും തമ്മിൽ എന്തോ അടക്കം പറയുന്നുണ്ട്. ജോ, നിങ്ങൾ എന്നിൽ നിന്ന് എന്തേലും ഒളിക്കുന്നുണ്ടോ? എന്തേലും പ്രശ്നമുണ്ടോ? എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു, ഗായു സംശയത്തോടെ ചോദിച്ചു. ഉണ്ട്, നാളെ കൊച്ചിയിൽ ആറ്റം ബോംബ് ഒരെണ്ണം ഇട്ടാലോ എന്നാ. എന്തേ, നിനക്കിഷ്ടായില്ലേ? നീ ഒന്ന് വരുന്നുണ്ടോ ഗായു? ജോ അവളോട് ദേഷ്യപ്പെട്ടും കൊണ്ട് നടന്നു. എടാ, നിങ്ങളുടെ അന്താരാഷ്ട്ര ചർച്ച കഴിഞ്ഞാൽ കഴിക്കാൻ വാ, എനിക്ക് നല്ല വിശപ്പുണ്ട്, ജോ നന്ദൻ്റെ പിറകിൽ നിന്നും കൊണ്ട് പറഞ്ഞു. ഗായുവിൻ്റെ കണ്ണിൽ നിന്നും സംശയം വിട്ടുമാറിയിട്ടില്ല. എല്ലാവരും കഴിക്കാനിരുന്നു. ശോഭേച്ചി നല്ല കുക്കാണെന്ന് കഴിഞ്ഞു തുടങ്ങിയപ്പോൾ മനസ്സിലായി. മാമ്പയ പുളിശ്ശേരിയും പാവയ്ക്ക സാമ്പാറും മത്തങ്ങ എരിശ്ശേരിയും അച്ചിങ്ങ തോരനും എല്ലാം കിടുക്കനായിരുന്നു. മാങ്ങയും ഉള്ളിയും അരിഞ്ഞ് ഉപ്പും ചതച്ച മുളകും വെളിച്ചെണ്ണയും ചേർത്ത് തിരുമ്മിയ അച്ചാർ സൂപ്പറായിരുന്നു. ജോ കഴിക്കുമ്പോൾ മുഴുവൻ വാ തോരാതെ ശോഭേച്ചിയെ പുകഴ്ത്തി. മതിയടാ സോപ്പിട്ടത്, ദേവൻ കളിയാക്കി. കഴിവുള്ളവരെ അംഗീകരിക്കാൻ പഠിക്കണം, എനിക്കതിന് മടിയില്ല, ജോ വേഗം പറഞ്ഞു. മോഹനേട്ടനും ചേച്ചിയും കേൾവിക്കാരായി. ഗായുവും ഇടയ്ക്കൊക്കെ ഞങ്ങളോട് കൂടെ കൂടി. ഊണ് കഴിഞ്ഞ് അവർ റെസ്റ്റ് എടുക്കാൻ പോയപ്പോൾ ദേവൻ മോഹനേട്ടനെ വിളിച്ചു. ഏട്ടാ, ഞങ്ങൾ ഇനി കുറേ കാലം ഇവിടെ കാണും. കൃത്യമായി പറഞ്ഞാൽ ഞങ്ങളുടെ ഗായുവിനെ ഒരു ചെക്കനെ കണ്ടെത്തി അവളുടെ കല്യാണം നടത്തുന്നത് വരെ. ദേവൻ പറയുന്നത് സംശയത്തോടെ കേട്ടു നിൽക്കുകയാണ് മോഹനേട്ടൻ. ഗായു ഞങ്ങളുടെ രാജകുമാരിയാണ്. അവൾ എത്രമാത്രം എനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞറിയിക്കാൻ ആവില്ല, ദേവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അച്ഛനുമായി വഴക്കിട്ടെന്ന് കേട്ടപ്പോൾ തോന്നി ഈ പെൺകുട്ടിയെ ആയിരിക്കും കുഞ്ഞൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല, കുഞ്ഞൻ ഒരുപാട് പ്രിയപ്പെട്ടതാണ് ഗായു എന്ന് തിരിച്ചറിയുകയായിരുന്നു മോഹനേട്ടൻ. അവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. ഗായു മാത്രമാണ് വെജിറ്റേറിയൻ, ജോക്ക് നോൺ നിർബന്ധമാണ്. എനിക്കും നന്ദനും എന്തായാലും കുഴപ്പമില്ല, ദേവൻ തുടർന്നു. മോഹനേട്ടൻ കേട്ടിരുന്നു. ഇനിയിപ്പോൾ തൊടിയിലെ അടക്കയും തേങ്ങയും ജാതിയും ഒക്കെ വിൽക്കുന്നത് എൻ്റെ അക്കൗണ്ടിലിടണ്ട, ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് എടുത്തോളൂട്ടാ. ഞാൻ എന്നാ പോയി കിടക്കട്ടെ കുറച്ചു നേരം. ഒറ്റയിരിപ്പിന് ഡ്രൈവ് ചെയ്തുകൊണ്ട് ക്ഷീണമുണ്ട്. യാത്രാക്ഷീണം കൊണ്ട് അന്ന് പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. പിറ്റേന്ന് വെളുപ്പിന് ശോഭേച്ചി അടുക്കളയിലെത്തുമ്പോൾ ഗായു കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ നിൽപ്പുണ്ട്. എന്തിനാ കുട്ടി എഴുന്നേറ്റത്? എന്തേലും വേണോ? അവളുടെ നിൽപ്പ് കണ്ട് ആയമ്മ അതിശയത്തോടെ ചോദിച്ചു. ഒന്നും വേണ്ട ഇടത്തി, വെളുപ്പിന് എണീറ്റ് ശീലമുണ്ട്, അച്ഛൻ പഠിപ്പിച്ച ശീലാണ്, പറഞ്ഞപ്പോഴേക്കും തൊണ്ട ഇടറിയിരുന്നു. എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ടും പ്രാതൽ ഗായുവും കൂടി ചേർന്നാണ് ഒരുക്കിയത്. പതുക്കെ പതുക്കെ മറവി എന്ന മഹാസിദ്ധി ഗായുവിനെയും അനുഗ്രഹിച്ചു. 7-ാം ദിവസത്തെ ചടങ്ങ് കഴിഞ്ഞ് എല്ലാവരും ബലിതർപ്പണം നടത്തി. നന്ദന് ലീവ് ഒരുപാട് ആയതുകൊണ്ട് തിരിച്ചുപോയി. ഉടനെ തന്നെ ഏതെങ്കിലും സ്കൂളിൽ ട്രാൻസ്ഫർ ആവുമെന്ന് ഗായുവിന് ഉറപ്പ് കൊടുത്തു. എങ്കിലും പോവാൻ നേരം അവൾ കണ്ണു നിറഞ്ഞു. ഗായു മെല്ലെ മെല്ലെ പഴയ ഗായു ആയി തുടങ്ങി. ജോ ആയിട്ട് തല്ലുകൂടിയും ദേവൻ്റെ ദേഷ്യത്തിനുള്ള പരിഹാരമായും അവൾ മാറി. ജോലി ചെയ്യുന്ന പത്രത്തിൻ്റെ പാലക്കാട് എഡിഷനിലേക്ക് മാറ്റത്തിന് അവളും നോക്കുന്നുണ്ട്. ഒരവധിക്കാലം പോലെയാണ് അവൾക്ക് തോന്നിയത്. ദേവാ ദേവാ എന്താടി, നിന്ന് കൊഞ്ചാതെ കാര്യം പറ. ദേവൻ വായിക്കുന്ന പുസ്തകത്തിൽ നിന്നും മുഖമുയർത്തി ദേഷ്യപ്പെട്ടു. നിന്നെ ഇപ്പോൾ നച്ചു വിളിക്കുന്നില്ലല്ലോ, നീ അവളുമായി വഴക്കിട്ടോ? ഗായു അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത്. ദേവൻ ഒന്ന് പകച്ചു. അച്ഛൻ വഴക്കിട്ടതോ നച്ചു പിണങ്ങിയോ ഒന്നും അവൾക്ക് അറിയില്ല. അറിഞ്ഞാൽ നിന്നെ പിന്നെ ഒരു നിമിഷം പോലും അവൾ ഇവിടെ നിൽക്കില്ല. അറിഞ്ഞും കൊണ്ട് ഒരു പുൽക്കൊടിയെപ്പോലും നോവിക്കാത്തവളാണ്. ആ വട്ടുകേസിന് വഴക്കിടാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? ജോ ദേവൻ്റെ രക്ഷയ്ക്കെത്തി. വട്ടുകേസിന് നിൻ്റെ കുഞ്ഞമ്മ. ദേവൻ ദേഷ്യപ്പെട്ടു ജോയിയെ തല്ലാൻ വാങ്ങി. അവൻ ഒഴിഞ്ഞു മാറി ഓടി. അതിൻ്റെ ഇടയിലാണ് മുറ്റത്തേക്കൊരു ഓട്ടോറിക്ഷ വന്നത്. ഡാർക്ക് ബ്ലൂ പലാസയും ഓഫ് വൈറ്റ് എംബ്രോയിഡറി ചെയ്ത കൂർത്തയും ധരിച്ച ഒരു പെൺകുട്ടി. നിറഞ്ഞ കൺപീലികൾ ആണ് അവളുടെ ചന്തം കൂട്ടുന്നത്. വിടർന്ന കണ്ണുകൾ. 2 കൈയിലും ഓരോ ബാഗുകൾ തൂക്കിപ്പിടിച്ച് അവൾ ഓട്ടോയിൽ നിന്നും ഇറങ്ങി. ദേവേട്ടാ! ദേവനെ കണ്ടതും അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ആമി! ദേവനും സന്തോഷമായി. മോഹനേട്ടൻ്റെ മകളാണ് ആമി. അവരിവിടുത്തെ ഔട്ട് ഹൗസിൽ തന്നെ ആണ് താമസം. പാലക്കാട് മേഴ്സി കോളേജിൽ BSc സൈക്കോളജി പഠിക്കുകയാണ്. അമ്മമ്മക്കും അച്ചച്ചനും വലിയ ഇഷ്ടമായിരുന്നു അവളെ. കുഞ്ഞിലെ ദേവൻ ഒരുപാട് എടുത്തു നടന്നിട്ടുണ്ട്. ഇപ്പോൾ വളർന്നു വലിയ പെണ്ണായിപ്പോയി. നച്ചുവിനെ പോലെ തന്നെ ഒരു കിളിക്കാമ്പെട്ടി. ഒരു മിനിറ്റ് പോലും വാ അടച്ചു വയ്ക്കില്ല. ഗായുവിന് ശരിക്കും സന്തോഷമായി. എപ്പോഴും ചേച്ചി പെണ്ണെ എന്ന് വിളിച്ച് പിറകെ നടക്കും. ആമി കൂടെ വന്നതോടെ ഗായു പൂർണ്ണമായി മാറി. ദിവസവും അമ്മയെ വിളിച്ച് സംസാരിക്കാൻ കഴിയും.
എങ്കിലും കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടമുണ്ട്. ദി ഗ്രേറ്റ് വർമ്മയ്ക്കും യാതൊരു മാറ്റവുമില്ലെന്നാണ് അമ്മ പറയുന്നത്. ദിവസവും എന്നെ വഴക്ക് പറയുകയും ശാപവാക്കുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞ് ദിവസവും അപ്പച്ചിയെ വിളിച്ചു മുടിയനായ പുത്രൻ ഈ വീട്ടിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നും നച്ചുവിനെ വേണ്ടെങ്കിൽ വേറെ നല്ലൊരു ബന്ധം കണ്ടെത്തി കെട്ടിച്ചുവിടാൻ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാം ഞാൻ ജോയോടും നന്ദനോടും പറഞ്ഞു. നിനക്കുടനെ തന്തയെ തല്ലി എന്ന പേര് കൂടെ അങ്ങേര് വാങ്ങിത്തരും എന്നാണ് ജോ പറയുന്നത്. ആഘോഷമായി ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് നന്ദൻ വിളിച്ചത്. ദേവ ഫോൺ എടുത്തപ്പോൾ തന്നെ അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്ത ഗൗരവം നിറഞ്ഞു നിന്നിരുന്നു. എന്താ നന്ദ? ദേവൻ ആകാംക്ഷയോടെ ചോദിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒന്ന് നീങ്ങി നിന്നേക്കുവോ? നന്ദൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. എൻ്റെ അടുത്ത് ആരുമില്ല, നീ പറഞ്ഞോ. ദേവ, ഗായുവിനെ അന്വേഷിച്ച് വീട്ടിലും ഓഫീസിലുമെല്ലാം ആരൊക്കെയോ നിരന്തരം ചെല്ലുന്നുണ്ട്. നന്ദൻ്റെ ശബ്ദത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. അതാ അനന്തൻ്റെ വല്ല ഫ്രോഡ് ഗ്യാങ്ങും ആവും. അവനെ ഞാൻ ദേവൻ്റെ ശബ്ദത്തിലെ രോഷം നന്ദൻ തിരിച്ചറിഞ്ഞു. ദേവ, അത് അനന്തനല്ല, മംഗലാപുരം ബേസ് ചെയ്ത ഏതോ വമ്പൻ കമ്പനിയാണ്. റോൾസ് റോയ്സിൽ ആണ് വരുന്നത്. ഞാൻ വിശദമായി അന്വേഷിച്ചു. നന്ദൻ്റെ ശബ്ദത്തിലെ ഗൗരവം അവൻ തിരിച്ചറിഞ്ഞു. പിന്നെ ദേവ, നന്ദൻ പകുതിയിൽ നിർത്തി. നന്ദ, എന്തായാലും പറ. ഞാൻ എടുത്തുചാടി ഒന്നും ചെയ്യില്ല. ദേവൻ്റെ ശിരകളിൽ രക്തയോട്ടം വർദ്ധിച്ചു. അവർ മാഷച്ചൻ മരിക്കുന്നതിന് മുമ്പും 1-2 തവണ അവിടെ ചെന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. മറുവശത്തു നിന്നും അനക്കം ഒന്നും കേൾക്കാതെ നന്ദൻ പിന്നെയും വിളിച്ചു. ദേവാ. ഒരു മൂളലിൽ അവൻ വിളി കേട്ടു. ഗായുവിനെ നീ ഒന്ന്. നന്ദൻ എന്തോ പറയാൻ വന്നത് വിഴുങ്ങി. പേടിക്കേണ്ട നന്ദ, ജീവൻ കൊടുക്കാനും ജീവൻ എടുക്കാനും തയ്യാറായ 3 കൂട്ടുകാരാണ് അവൾക്കുള്ളത്. ബി കൂൾ. ദേവൻ്റെ ശബ്ദം ഏതോ വിദൂരതയില്ലെന്ന പോലെ തോന്നിച്ചു. എന്നാ വെച്ചേക്കട്ടെ ദേവാ. നന്ദ, ടേക്ക് കെയർ. ഫോൺ കയ്യിൽ വെച്ചു ദേവൻ കുറച്ചു നേരം നിന്നു. മാഷച്ചനെന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ പര്യായമാണ്. ഇത്രയും പാവമായ മാഷച്ചന് ഇനി ശത്രുക്കൾ ഉണ്ടാകുമോ? ഗായുവിനെ ആരെങ്കിലും നോവിച്ചാൽ? കണ്ണുകൾ ചുവന്ന കാരണം അവൻ വീട്ടിലേക്ക് പോയില്ല. ഈ ദുർമുഖം കണ്ട് അങ്ങോട്ട് ചെന്നാൽ ഗായു പിന്നെ സ്വൈര്യം തരില്ല. ഇപ്പോൾ തന്നെ വീട്ടിലെ കാര്യങ്ങൾ എത്ര പാടുപെട്ടാൽ മറക്കുന്നേ. തൊടിയിലൂടെ നടക്കാമെന്ന് കരുതി കാണാമറയത്ത് ഗായുവിന് ഒരു ശത്രു ഉണ്ടോ? തിരികെ ചെല്ലുമ്പോൾ ആമി കണ്ണ് കെട്ടിക്കൊണ്ട് നടക്കുവാണ്. അവളെ വെട്ടിച്ചു ഒഴിഞ്ഞു മാറിക്കൊണ്ട് ജോയും ഗായും എല്ലാത്തിനും സ്കൂളിൽ കൊണ്ട് ചേർക്കണം. ദേവൻ്റെ ചുണ്ടിൽ അറിയാതെ ചിരി വിടർന്നു. അന്ന് ആമിയുടെ വക സ്പെഷ്യൽ ബിരിയാണി ഉണ്ടായിരുന്നു. ഗായുവിന് വെജിറ്റബിൾ ബിരിയാണി, ബാക്കി എല്ലാവർക്കും ചിക്കൻ ബിരിയാണി. ആമി, ഇനി ആൾ കൊള്ളാമല്ലോ. അമ്മയുടെ കൈപ്പുണ്യം നിനക്കും അപ്പാടെ കിട്ടിയിട്ടുണ്ടല്ലേ ഗായു? ജോ മനസ്സറിഞ്ഞ് അവളെ അഭിനന്ദിച്ചു. താങ്ക് യു. കൈ വളച്ചു കുരിഞ്ഞു നിന്ന് കൊണ്ട് പറയുന്ന അവളുടെ ഭാവം കണ്ട് ഗായുവിന് ചിരി വന്നു. സന്തോഷമായിരുന്നു അവൾക്ക്. അതുകൊണ്ട് ജോയോട് പോലും പറയാൻ തോന്നിയില്ല. ചുമ്മാ പേടിക്കേണ്ട, 2 ദിവസം കഴിഞ്ഞ് എല്ലാവരും മുറ്റത്ത് നിൽക്കുകയാണ്. മാവിൻ്റെ താഴെയുള്ള കൊമ്പിൽ നിറച്ചും മാങ്ങയുണ്ട്. പച്ചമാങ്ങ അമ്മിക്കല്ലിൽ ഉപ്പ് ചേർത്ത് ചതച്ച ഉള്ളിയും പച്ചമുളകും ചേർത്ത് കഴിച്ച സൂപ്പറാണെന്ന് ആമി പറഞ്ഞു. അവൾ തന്നെ അത് പൊട്ടിക്കാനുള്ള ശ്രമം ആണ്. പാവത്തിന് പൊക്കം കൂടുതൽ കാരണം എത്തുന്നില്ല. ജോ കളിയാക്കി ചിരിക്കുക കൂടിയായതോടെ അവൾക്ക് വാശിയായി. കുറേ ചാടി നോക്കി. ഒരു രക്ഷയുമില്ല. ദേവേട്ടാ എന്നെ ഉയർത്തിക്കേ. അരികിലൊന്ന് അവൾ യാചിച്ചു. ദേവൻ അവളെ എടുത്തുയർത്തി. അവൾ കൈയെത്തിച്ചു മാങ്ങ പൊട്ടിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്തേക്ക് നന്ദൻ്റെ വണ്ടി വന്നു നിന്നത്. നന്ദനെ കണ്ടപ്പോൾ ആമിയെ ചിരിയോടെ ദേവൻ താഴെ നിർത്തി. അപ്പോഴാണ് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ നിന്നും ഒരാൾ കൂടി ഇറങ്ങിയത്. നെച്ചു. ഡാർക്ക് ഗ്രീൻ ഫുൾ സ്ലീവ് ചുരിദാർ, വൈറ്റ് കളറിൽ നിറയെ ഗ്രീൻ ഡിസൈനുള്ള ഷാൾ, കാതിൽ വലിയ ജിമിക്ക്, കഴുത്തിൽ സിമ്പിളായ ഒരു മാല. സിമ്പിളായ വേഷത്തിലും നെച്ചു അതിസുന്ദരിയായിരുന്നു. പക്ഷേ മുന്നിലെ കാഴ്ച നെച്ചുവിനെ ദേഷ്യം പിടിപ്പിച്ചു. ഉണ്ടക്കണ്ണുകൾ നിറച്ചും കൊണ്ട് അവൾ ദേവനെ നോക്കി. തുടരും കഥയുടെ അടുത്ത ഭാഗം.